നമസ്കാരം. ഇന്ത്യയുടെ വികസന സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. തുറമുഖം വിപുലമായ തോതിൽ പ്രവർത്തന സജ്ജമായതോടെ സംസ്ഥാനത്തിന്റെ ഒട്ടനേകം പ്രതീക്ഷകൾ ഉണർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് തുറമുഖം സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ ഉണ്ടാകുന്ന വികസന മുന്നേറ്റത്തിന് വിഴിഞ്ഞം തുറമുഖം വഴിതുറക്കുമെന്നത് തീർച്ചയാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന സിനിമാ ഡയലോഗ് പോലെ തിരുവനന്തപുരം പഴയ തിരുവനന്തപുരമല്ല എന്ന് തെളിയിക്കപ്പെടാൻ പോകുന്ന കാലമാണ് വരുവാൻ പോകുന്നത്. ലോകത്തിലെ തുറമുഖ നഗരങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടങ്ങളിൽ തുറമുഖം വരുന്നതിന് മുൻപും ശേഷവുമുണ്ടായ വൻ മാറ്റങ്ങൾ വ്യക്തമാകും. അത്തരത്തിൽ ആഗോളതലത്തിൽ കണ്ണോടിക്കുമ്പോൾ ചൈനയിലെ ഷാങ്ഹായ്, ഹോങ്കോങ്, യുഎസിലെ ലോസ് ആഞ്ചലസ്, നെതർലാൻഡ്സിലെ റോട്ടർഡാം, ജർമ്മനിയിലെ ഹാംബർഗ്, കൊളംബോ, ദുബായ്, സിംഗപ്പൂർ, സിഡ്നി തുടങ്ങിയ വിദേശ സിറ്റികൾ മുതൽ ഇന്ത്യയിലെ കൊൽക്കത്ത, മുംബൈ പോലുള്ള തുറമുഖ നഗരങ്ങളുടെ വികസന മുന്നേറ്റങ്ങൾ അതിനുദാഹരണങ്ങളാണ്. ഇനി അങ്ങോട്ട് തിരുവനന്തപുരവും അതേ പാതയിൽ മുന്നേറുമെന്നതിന്റെ സൂചന കൂടിയാണ് ഇത്തരം സിറ്റികളുടെ വികസനം ഉയർത്തി കാണിക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ അനന്ത സാധ്യതകളെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. പുരാതന കാലം മുതലുള്ള ഒരു സമ്പന്ന ചരിത്രം ഇന്നത്തെ വിഴിഞ്ഞം തുറമുഖം നിലനിൽക്കുന്ന ഈ പ്രദേശത്തിനുണ്ട്. വിഴിഞ്ഞത്തിന് ചുറ്റുമുള്ള പ്രദേശം BC 2-ാം നൂറ്റാണ്ടു മുതൽ സമുദ്ര വ്യാപാരത്തിന്, ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിൽ വിഴിഞ്ഞത്തിന്റെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള മൺപാത്രങ്ങളുടെ കണ്ടെത്തലുകൾ അതിന് കൂടുതൽ തെളിവേകുന്നു. AD 7-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനുമിടയിൽ ആയി രാജവംശത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന വിഴിഞ്ഞം പ്രദേശം അക്കാലത്തെ ഒരു സുപ്രധാന സ്ഥലമായിരുന്നു. വിഴിഞ്ഞത്ത് ഒരു ആധുനിക തുറമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് 1940-കളിൽ അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യറാണ്. വിഴിഞ്ഞത്ത് ഒരു തുറമുഖം സാധ്യമാക്കിയാൽ അത് ഏറെ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികളെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചു. അതിനായുള്ള സർവേയും നടത്തി. എന്നാൽ ആ ശ്രമങ്ങൾ അക്കാലത്തെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം 1991-ലാണ് ഇന്ന് കാണുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അന്നത്തെ തുറമുഖ മന്ത്രി MV രാഘവനാണ് ഈ പദ്ധതിക്ക് അടിത്തറ പാകിയത്. 2013-ൽ വിദഗ്ധ വിലയിരുത്തൽ സമിതി പരിസ്ഥിതി അനുമതി ശുപാർശ ചെയ്തതോടെ ഈ പദ്ധതിക്ക് ആക്കം കൂടി. അങ്ങനെ ഒടുവിൽ ഇപ്പോഴിതാ വിവിധ വെല്ലുവിളികളെയും വിവാദങ്ങളെയും മറികടന്ന് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ഒരു പ്രധാന സമുദ്ര വ്യാപാര കേന്ദ്രമായി മാറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. വിഴിഞ്ഞത്തെത്തുന്ന ചരക്ക് കപ്പലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ പ്രാദേശിക വ്യാപാരികൾക്ക് വരെ അതിന്റെ നേട്ടം ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖല, വെയർ ഹൌസിംഗ്, ലോജിസ്റ്റിക്സ് പാർക്ക്, നിർമ്മാണ രംഗം, IT മേഖല, വിവിധ വ്യവസായങ്ങൾ എന്നിവയിൽ ആ വളർച്ച പ്രകടമാകും. അതുവഴി ഒട്ടനേകം തൊഴിലവസരങ്ങളും തുറക്കപ്പെടും. പ്രത്യേകിച്ച് കപ്പലുകൾക്ക് ആവശ്യമായ ഇന്ധന വിതരണം, പ്രൊവിഷനുകളുടെ സപ്ലൈ, അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ, സ്പെയർ പാർട്ടുകൾ ലഭ്യമാക്കൽ തുടങ്ങിയ വിവിധ മേഖലകളുടെ വരവ് വിഴിഞ്ഞം തുറമുഖം കേന്ദ്രമാക്കിയുള്ള തൊഴിൽ രംഗത്തെ വിപുലമാക്കും. ഇവയ്ക്കൊപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയും അഭിവൃദ്ധിപ്പെടും. ഇതെല്ലാം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടായി മാറും. തലസ്ഥാന നഗരിയിലെ ഓട്ടോറിക്ഷ, ടാക്സി ഡ്രൈവർമാർക്ക് മുതൽ സമൂഹത്തിന്റെ വിവിധ തട്ടുകളിലുള്ള എല്ലാവരിലേക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടം എത്തപ്പെടും. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനക്ഷമമായതോടെ 2 ആഴ്ചത്തെ സമയപരിധിക്കുള്ളിൽ ലോകത്തെവിടെയുമുള്ള വിപണികളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനാകുമെന്നതിനാൽ തന്നെ അത് സംരംഭകർക്കും ഉൽപാദന കമ്പനികൾക്കും വലിയ അവസരമാണ് ഒരുക്കുന്നത്. വിവിധ മറൈൻ എക്സ്പോർട്ട് കമ്പനികൾ, ചെറുകിട നിർമ്മാണ സംരംഭങ്ങൾ തുടങ്ങിയ ധാരാളം പുതുവ്യവസായ യൂണിറ്റുകൾ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സജീവ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന നേട്ടങ്ങൾ തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. സമീപ ജില്ലയായ കൊല്ലത്തേക്കും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്കുമൊക്കെ അതെത്തപ്പെടും. വിമാനത്താവളത്തിനടുത്തുള്ള തുറമുഖം എന്ന നിലയിൽ എയർ കാർഗോ രംഗത്തും വലിയ വളർച്ച പ്രകടമാകും. ഇതുകൂടാതെ തലസ്ഥാനത്തെ ഗതാഗത സൗകര്യ വികസനങ്ങൾക്കും വിഴിഞ്ഞം തുറമുഖം കാരണമായി തീരും. ദേശീയപാത 66-ൽ വിഴിഞ്ഞം മുതൽ കന്യാകുമാരി വരെയുള്ള റോഡിന്റെ 2 വശങ്ങളിലും ലോജിസ്റ്റിക്സ് പാർക്കുകളും മറ്റനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനായുള്ള പദ്ധതികൾ പുരോഗമിച്ചു വരികയാണ്. നിലവിലുള്ള റോഡ്, റെയിൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതോടെ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറിമറിയും. അതോടൊപ്പം സംസ്ഥാനത്തെ മറ്റു തുറമുഖങ്ങളുടെ വികസനം കൂടി സാധ്യമാക്കി അവയെ വിഴിഞ്ഞവുമായി ബന്ധിപ്പിച്ചാൽ സംസ്ഥാനത്തെ ചെറുകിട വ്യാപാരി വ്യവസായികൾക്ക് ഏറെ പ്രയോജനപ്രദമായി തീരും.
ഈ വിധത്തിലെല്ലാം വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരവ് തലസ്ഥാന നഗരിയെ സമീപ ഭാവിയിൽ ഒരു ഗ്ലോബൽ സിറ്റിയാക്കി പരിണമിപ്പിക്കുമെന്നത് തീർച്ചയാണ്. അതുവഴി സംസ്ഥാനത്തിനും രാജ്യത്തിനൊന്നാകെയും വലിയൊരു വാഗ്ദാനമായി ഈ തുറമുഖം മാറുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.